ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചൂടെടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ചൂടെടുക്കുമ്പോൾ തലമുടി കെട്ടിയല്ലേ വെക്കേണ്ടതെന്ന്. അപ്പം ഞാനിപ്പോൾ ഫാനിൻ്റെ അടിയിൽ വന്നിരിക്കുകയാണ്. ഫാനിൽ ഒരിക്കലും നമുക്ക് ഒരിടത്തും പോയി ഇരിക്കാനും നിൽക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാനാണെങ്കിൽ ഇന്നൊരു മാലയുടെ മേക്കിംഗ് വീഡിയോയുമായിട്ടാണ്. അത് ഫുള്ളായിട്ട് ഞാൻ ഇടുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാം. അപ്പം ഇതാണ് ആ ഒരു മാല എന്ന് പറഞ്ഞേക്കുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ പുതുമയൊന്നും തോന്നത്തില്ലെങ്കിൽ പോലും ഇതെന്തോ മാലയാണ്, ഇതൊക്കെ ആരെങ്കിലും ഇട്ടുകൊണ്ട് നടക്കും. പക്ഷേ ഇതെനിക്കൊരു ഒരാൾ എന്നോട് പറഞ്ഞതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ട്രയൽ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. സംഭവം എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്കൂടെ ജസ്റ്റ് ഒന്ന് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് അപ്പം ഈ ഒരു മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണുമ്പോൾ നമുക്ക് ഒരു ഐഡിയ, എല്ലാവർക്കും അത്യാവശ്യം ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ ഏകദേശം കിട്ടിക്കാണുമായിരിക്കും ഒരു മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ഇതായിട്ട് അപ്ലോഡ് ചെയ്യും. വീഡിയോ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു മാല ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ഇച്ചിരി ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ വേറൊരു മാല കാണിക്കാം. ഇപ്പം കാണിക്കാവേ. നമ്മൾ രാവിലെ ഷോർട്ട്സ് ഇട്ടില്ലായിരുന്നോ? താണ്ടേ ഇത് രാവിലെ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാലയുടെ. അതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിൽ നമ്മൾ കൗറി ഷെൽസ് കൊടുത്തിട്ടുള്ളതെന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാം. നമുക്ക് ബീച്ച് വെയർ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. എല്ലാം ജസ്റ്റ് ഒരു ഫാഷൻ എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജൂട്ട് ത്രെഡുകളാണ്. ജൂട്ട് ത്രെഡിൻ്റെ പല കളേഴ്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഗ്രീന്, യെല്ലോ, റെഡ്, പിങ്ക്, സ്കൈ ബ്ലൂ, പിന്നെ സാധാരണ ജൂട്ട് ത്രെഡിൻ്റെ ആ ഒരു കളറാണ്. അപ്പം ഞാനിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ സൗണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവറായിട്ട് കൊടുക്കാമെന്നങ്ങ് വിചാരിച്ചത്. അപ്പം നമ്മളാണെങ്കിൽ ആദ്യം ഇതുപോലെ ജൂട്ട് ത്രെഡ്, ഇത് ഞാൻ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ബാക്കിയുള്ള കളേർഡ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡുകളെല്ലാം മോട്ടിയിൽ നിന്നാട്ടോ, നമ്മൾ ക്രാഫ്റ്റിന് ഉപയോഗിക്കുന്ന ജൂട്ട് ത്രെഡുകളാട്ടോ അതെല്ലാം. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ മാലയുടെ ആ ഒരു ലെങ്ത് നോക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ ടേൺസ് ഞാനിങ്ങനെ മടക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ വേറൊരു ഐഡിയയാണ് നമ്മുടെ ഈ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ആ ഒരു പശയുണ്ടല്ലോ, മീൻസ് സ്റ്റിക്ക്. അപ്പോൾ ആ സ്റ്റിക്ക് ഇതുപോലെ ഫ്ലെക്സിബിൾ ആണ്. അത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബേസായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ പണ്ട് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് ഇവിടെ വാങ്ങിച്ചു, പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല, എവിടെയാണെന്ന് പോലും അറിയത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം അത് ബേസായിട്ട് വെച്ചാലോ എന്നിങ്ങനെ ആലോചിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചു പിന്നെ അതില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ത്രെഡ് എല്ലാം കൂടെ മടക്കിയിട്ട് ഇങ്ങനെ ചുറ്റി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ജൂട്ട് ത്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സാധാരണ ജൂട്ട് ത്രെഡിൻ്റെ പോലെ അത് ചൊറിയത്തില്ല കേട്ടോ. കാരണം ചില ത്രെഡുകളൊക്കെ നമ്മൾ കഴുത്തിലിട്ട് കഴിഞ്ഞാൽ ചൊറിയുന്നുണ്ട്. ഇത് പക്ഷേ അങ്ങനെ ചൊറിയുന്നതല്ല. നമ്മൾ ക്രാഫ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ജൂട്ട് ത്രെഡാണ്, അതുകൊണ്ട് അതങ്ങനെ ചൊറിയത്തൊന്നുമില്ല. അപ്പം നമ്മൾ മാലയ്ക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ജൂട്ട്, ഇതുപോലെയാണ് നമ്മൾ ഡോരിയൊക്കെ സത്യം പറഞ്ഞാൽ ചെയ്യുന്നത്. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഡോരി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പം ഇതുപോലെ നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് നടുക്കിങ്ങനെ ലോക്കറ്റ് മാത്രമായിട്ട് വെച്ച് അങ്ങനെയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച്, ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അതേ ലെങ്തിൽ തന്നെ ആദ്യം ഞാൻ റെഡ് ഉണ്ടാക്കി, പിന്നെ യെല്ലോ ഉണ്ടാക്കി. ബ്ലാക്കിനാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ജൂട്ട് ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് പകരം ആങ്കർ ത്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ യെല്ലോ ഉണ്ടാക്കി, പിന്നെ പിങ്ക് ഒന്നും നമുക്ക് വേണ്ടായിരുന്നു, പിങ്കും സ്കൈ ബ്ലൂവും വേണ്ടായിരുന്നു, ജസ്റ്റ് വെറുതെ ഒന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ പിങ്കും സ്കൈ ബ്ലൂ നല്ല കോമ്പിനേഷനാണെന്ന് എനിക്ക് തോന്നും. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് വെബ്സൈറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നാട്ടിൻപുറങ്ങളിലുള്ള ആൾക്കാർ ഇതൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കത്തില്ല. കുറച്ച് സിറ്റി പോലുള്ള എറണാകുളം, ട്രിവാൻഡ്രം അങ്ങനെ സിറ്റീസിലോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ മാലകളൊക്കെ അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ എനിക്കൊരു എൻക്വയറി വന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലിരുന്ന ഐറ്റംസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്.
അപ്പോൾ ഈ ജൂട്ട് ത്രെഡിനൊന്നും വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്പോൾ ഇതിൻ്റെ വലിയ സൈസും ഉണ്ട്. മീൻസ് ആ ഒരു ആങ്കർ ത്രെഡ് പോലെ ഇരിക്കുന്ന അത്രയും വലിയ സൈസുണ്ട്. ബോൾ പോലെ ഇരിക്കുന്ന അതിന് ഇച്ചിരി വില കൂടുതലാണ്. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ വരുന്ന ജൂട്ട് ത്രെഡിനൊന്നും വലിയ വിലയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു 30 രൂപയോ 80 രൂപയോ അത്രയെങ്ങാണ്ടേ ഉള്ളൂ ജൂട്ട് ത്രെഡിനൊക്കെ. അപ്പം പിന്നെ ബ്ലാക്ക് ഒക്കെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ബ്ലാക്കിന് പകരം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആങ്കർ ത്രെഡാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ബ്ലാക്കിൻ്റെ ജൂട്ട് ത്രെഡ് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ബ്ലാക്കും നമ്മളങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബേസ് ആയിട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു ത്രെഡ് വെച്ചിട്ട്. അപ്പം ഇത് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ, ഞാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 6 മണി 7 മണിയൊക്കെ ആവാറായിട്ട് ഉണ്ട് കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 6 മണി 7 മണിയൊക്കെ ആയായിരുന്നു. ഞാനിത് ചെയ്യാൻ തുടങ്ങിയത് ഉച്ചയ്ക്ക് 2 മണിക്ക് എങ്ങാണ്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. എനിക്കൊന്ന് വീഡിയോയും കൂടെ എടുത്ത് പോയതുകൊണ്ടായിരിക്കും ഇത്രയും ലേറ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു മാലയുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പം ഇനി നമുക്കിതെല്ലാം കൂടെ ഇനി ബ്ലാക്ക് ത്രെഡ് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇനി ഒന്ന് കൊടുക്കണം. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഒന്ന് കെട്ടിയെടുക്കുക എന്നുള്ളത്. നന്നായിട്ട് മുറുക്കി കെട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് അത് ഊരിപ്പോരും. അപ്പം എത്രമാത്രം നിങ്ങൾക്ക് മുറുക്കാം, അത് വൃത്തിയായിട്ട് വേണം അത് മുറുക്കാൻ വേണ്ടിയിട്ട്. എത്രമാത്രം നിങ്ങൾക്ക് ടൈറ്റായിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന്, ഇപ്പം എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്, ജസ്റ്റ് ഒന്ന് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് ടൈറ്റായിട്ട് അങ്ങ് മുറുക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം അത് മുറുക്കാൻ പറ്റുന്നോ അത്രമാത്രം മുറുക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ മീഷോയിൽ എങ്ങാണ്ട് ഈ ഒരു ഡിസൈൻ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനെയുള്ള മാലകൾക്കൊന്നും വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഏകദേശം 360 370 അത്രയൊക്കെ റേറ്റേ ഇതിന് വരത്തുള്ളൂ. അപ്പം പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് കൂലി നമുക്ക് മസ്റ്റാണ്. ഇപ്പം ഞാനിപ്പം ഇത്രയും സമയമെടുത്താണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റേറ്റും കാര്യങ്ങളും ഒക്കെ ഇടാം. നിങ്ങൾ എത്രമാത്രം ഇതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പം എൻ്റെ ആണെങ്കിൽ ആ ഒരു ആങ്കർ ത്രെഡ് മൊത്തത്തിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു. പിന്നെ വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് എങ്ങനെ അത് കുരുക്കെടുക്കണമെന്ന് അറിയാതെ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം അമ്മയാണെങ്കിൽ അപ്പുറത്തെ മുറിയിരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ ഒരു സമയത്തിരുന്ന് ചെയ്തെടുത്ത ഒരു വർക്കാണ്. അപ്പം ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞേക്കുന്നതാണ്ട് ഇതാണ്. ഇങ്ങനെയാണ് ആ ഒരു മാല ശരിക്കും വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബീഡ്സ് കയറ്റണമെങ്കിലോ അല്ലെങ്കിൽ ലോക്കറ്റ്സ് ഒക്കെ കയറ്റണമെങ്കിലോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മുടെ രീതിക്കനുസരിച്ച് എത്രമാത്രം വെറൈറ്റി ചെയ്യാൻ പറ്റുന്നോ അത്രമാത്രം നമ്മൾ വെറൈറ്റികൾ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിനനുസരിച്ച് കസ്റ്റമേഴ്സൊക്കെ നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇത് ഞാൻ എനിക്കൊരു എൻക്വയറി വന്നപ്പോൾ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ ചെയ്തൊരു വീഡിയോ ആട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൗറി ഷെൽസിൻ്റെ ഒരു മാലയും കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം മോത്തിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്